ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യനായിട്ടുള്ള സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെക്കുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾ ഒരു അവധിക്കാലത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മധ്യവേനൽ അവധി ഏകദേശം അത് കഴിയാനായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ SSLC +2 റിസൾട്ടുകൾ ഇന്നലെയും മിനിയാന്നുമായി വരികയുണ്ടായി. നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഉന്നതമായിട്ടുള്ള മാർക്ക് കരസ്ഥമാക്കണമെന്നും അവർ ഭൗതികമായി കൊണ്ട് ഏറ്റവും ഉന്നത നിലവാരത്തിൽ എത്തണമെന്നുമൊക്കെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള കഴിവുകളാണ്. ഒരു കാരണവശാലും ഫുൾ A+ കിട്ടാത്തതിൻ്റെ പേരിൽ, ഒരൽപ്പം മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ മക്കളെ തള്ളിപ്പറയാനോ അവരെ ശകാരിക്കുവാനോ അതുമല്ലെങ്കിൽ അവരോട് അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളൊന്നും തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. മറിച്ച് ആ മാർക്ക് കുറഞ്ഞവനെയും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു രക്ഷിതാവിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ. എൻ്റെ മകന് ഫുൾ A+ ഒന്നുമില്ല, 2 A+ഉം ബാക്കി Aയും Bയും ഒക്കെയാണ്.
എന്നാലും ഞാൻ അവനെ ചേർത്ത് പിടിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകനെ. കാരണം അവൻ്റെ ഭക്ഷണത്തിൽ നിന്നൊരു വിഹിതം തൻ്റെ സഹജീവികൾക്ക്, തൻ്റെ പൂച്ചയ്ക്ക് അവൻ മാറ്റിവെക്കുന്നു. തനിക്ക് ലഭിക്കുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് അത് കിട്ടാത്ത ആളുകൾക്ക് ഒരു വിഹിതം നൽകുന്നതിന്. അതോടൊപ്പം തന്നെ ഈ ചൂടുകാലത്ത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട വെള്ളം തൻ്റെ വീട്ടുപറമ്പിൽ കൃത്യമായി കൊണ്ട് വെച്ചു കൊടുത്തതിന്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ മകനെ ചേർത്ത് പിടിക്കുന്നു എന്ന് ഒരു രക്ഷിതാവിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളേവരും കാണുകയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു പരീക്ഷണമാണ്. ആ മക്കളിൽ നമുക്കൊരു പരീക്ഷണമാണ്. മക്കളിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മക്കൾക്ക് നമ്മിൽ നിന്നും കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും തന്നെ ഈ ഒരു പരീക്ഷയെ അടിസ്ഥാനമാക്കി നമ്മുടെ മക്കളെ വിലയിരുത്താൻ പാടില്ല. ഇതല്ല നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പരീക്ഷയിൽ വിജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല ജീവിത വിജയത്തിന്റെ ആധാരം എന്നുള്ളത്. അപ്പോഴാണ് ചില കുട്ടികളൊക്കെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തോറ്റതിൻ്റെ പേരിലൊക്കെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി, രക്ഷിതാക്കളുടെ മനോഭാവം അതുകൊണ്ട് തന്നെയാണ്. തോറ്റവരെയും മാർക്ക് കുറഞ്ഞവരെയും ചേർത്ത് പിടിക്കുവാനും ഒരു പരീക്ഷയുടെ ജയമോ തോൽവിയല്ല യഥാർത്ഥ ജീവിത വിജയത്തിന് കാരണമാകുന്നത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അവധിക്കാലത്തിലൂടെയാണ് നമ്മുടെ മക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയം രക്ഷിതാക്കളുടെ കൂടെ ലഭിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ആ കുട്ടികളുമായി കൊണ്ട് കൂടുതൽ നമ്മുടെ അടുക്കൽ ലഭിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ സമയത്തെ അനാവശ്യമായി കൊണ്ട് അലക്ഷ്യമായി കൊണ്ട് ഈ ഒഴിവുകാലത്തെ തള്ളി നീക്കുവാനോ അല്ലെങ്കിൽ മക്കളെ ആ തരത്തിൽ എല്ലാവിധ വിനോദങ്ങളിലേക്കും മാത്രമാക്കിക്കൊണ്ട് അവരെ അഴിച്ചുവിടുവാനോ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, വലിയ ഒരു വിജയം നാളെ പാരത്രിക വിജയമാണ്. ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊക്കെ കൃത്യമായി കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ എടുത്തുകൊണ്ട് ആ പരലോകത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാർ, നിങ്ങളുടെ സ്വന്തത്തിനെയും അപ്രകാരം തന്നെ വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിക്കണം. നാറ, ആ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലും അതുപോലെ തന്നെ മനുഷ്യരും ഇന്ധനമായി കൊണ്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകത്തിയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുകൊള്ളണം. അലൈഹ മലായികത്തുൻ ഇലാദുൻ ശിദാദ്, അതിഭീകരന്മാരായിട്ടുള്ള മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ ഒരു നരകത്തീയെ തൊട്ട് നിങ്ങൾ കാത്തുരക്ഷിക്കണം. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അവർ ഒരിക്കലും ധിക്കാരം പ്രവർത്തിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് കൃത്യമായി കൊണ്ട് ചെയ്യുന്നവരാണ് ആ മലക്കുകൾ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ മലക്കുകൾ കാവൽ നിൽക്കുന്ന കല്ലുകളും മനുഷ്യരും ഇന്ധനമായി കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നരകത്തിയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ കാത്തു രക്ഷിക്കണം കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ജീവിത വിജയം എന്ന് വെച്ചാൽ അത് പരലോക വിജയമാണ്, ആത്യന്തികമായി കൊണ്ടുള്ള വിജയം എന്നുള്ളത്. എന്ന് വിചാരിച്ച് ദുനിയാവില് പഠിക്കണ്ട എന്നോ നല്ല ജോലി വാങ്ങണ്ട എന്നോ ഒന്നുമല്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ദുനിയാവിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ആഖിറത്ത് മറന്നുകൊണ്ട് പരലോകം മറന്നുകൊണ്ട് എത്ര ഫുൾ A+ കിട്ടിയിട്ട് എന്ത് കാര്യം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കി അല്ലേ. നല്ല മാർക്കുണ്ട്, ഉന്നതമായിട്ടുള്ള മാർക്കുണ്ട്, ഫുൾ A+ ഉണ്ട്, പക്ഷേ ദീനിന്റെ ഒരു അംശം പോലും അവന്റെ ജീവിതത്തിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ നമ്മൾ നമ്മുടെ മക്കൾക്കിടയിൽ ഒരിക്കലും ഒരു വിവേചനം കാണിക്കാൻ പാടില്ല.
മാർക്ക് കുറഞ്ഞ മകൻ അല്ലെങ്കിൽ മാർക്ക് കൂടിയ മകന് ഒരുപാട് പരിഗണനയും അവനൊരുപാട് പ്രാധാന്യം കൊടുക്കുകയും മാർക്ക് കുറഞ്ഞവനെ അതിൻ്റെ പേരിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയും ചെയ്താൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നാളെ നമുക്ക് ഉപകരിക്കുക ആ മാർക്ക് കുറഞ്ഞ ആ മകനായിരിക്കും. ആ രക്ഷിതാക്കൾക്ക് പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കാൻ ചിലപ്പോൾ കൂടെ ഉണ്ടാകുക ആ മാർക്ക് കുറഞ്ഞ അന്ന് നമ്മൾ ശകാരിച്ച മകനായിരിക്കും. പ്രയാസപ്പെട്ട് രോഗശയ്യയിൽ കിടക്കുമ്പോ ഒരാശ്വാസ വാക്ക് പറയാൻ ആ മകനായിരിക്കും കൂടെ ഉണ്ടാവുക. ആശുപത്രിയിലേക്ക് പെട്ടെന്ന് ഓട്ടോ വിളിച്ച് നമ്മളെ കൊണ്ടുപോകാൻ ആ മകനായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുക. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആഖിറത്തിലെ വിജയമാണ് ഏറ്റവും വലിയ വിജയം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. സൂറത്ത് ആൽ ഇംറാനിന്റെ 185-ാമത്തെ വചനം കൃത്യമായി കൊണ്ട് നാം കുടുംബത്തിൽ ചർച്ച ചെയ്യേണ്ട പഠിപ്പിക്കേണ്ട വചനമാ. അല്ലാഹ് പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. എന്നിട്ട് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രതിഫലം പൂർത്തീകരിച്ച് നൽകുന്നതാണ്. ഫമൻ സുഹ്സിക അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫമൻ സുഹ്സിക അനിൻ നാർ. ആരാണോ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, വ ഉദ്ഖിലൽ ജന്നത, ആ സ്വർഗ്ഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാണ് ഏറ്റവും വലിയ വിജയി, അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. ദുനിയാവെന്ന് വെച്ചാൽ അതൊരു വഞ്ചനയുടെ വിഭവമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ആ ഒരു വിജയമാണ് പരലോകത്തേക്കുള്ള ആ പാരത്രിക വിജയമാണ് ആത്യന്തികമായിട്ടുള്ള നാം ഒന്നാമതായിക്കൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ട വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കളെന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അമാനത്താണ്. ആ അമാനത്ത് കൃത്യമായി കൊണ്ട് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ കൃത്യമായി ഖേദിക്കേണ്ടി വരും, റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയമില്ല. അല്ലേ? നോക്കൂ നിങ്ങൾ, നാം മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം എത്രമാത്രം കണിശതയാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് നോക്കൂ നിങ്ങൾ. അല്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ വിവാഹ സമയത്ത് പോലും നല്ല ഇണയെ തിരഞ്ഞെടുക്കാൻ വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ മുതലേ തുടങ്ങുന്നുണ്ട്. പാരന്റിങ് ആരംഭിക്കുന്നത് കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ടല്ല, മറിച്ച് കല്യാണത്തിന് മുന്നേ നല്ല ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ മുതൽ അവിടെ കൊണ്ട് ആരംഭിക്കുകയാണ്. അല്ലേ? അങ്ങനെ നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയുണ്ടായി. നല്ല മതബോധമുള്ള ദീൻ ഇഷ്ടയുള്ള ആളുകളെ ഇണകളായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അല്ലേ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആ സമയത്ത് പോലുമുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അല്ലേ? ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. അല്ലേ? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആ സമയത്ത് പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? നല്ല മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട്, പൈശാചികതയില്ലാത്ത പിശാചിന്റെ ശർറ് ബാധിക്കാത്ത നല്ല മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ, അല്ലാഹുവേ ഞങ്ങളെ തൊട്ട് പിശാചിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണം, പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ, നമുക്ക് നീ നൽകുന്നതിൽ നിന്ന്, ആ കുട്ടിയിൽ നിന്ന്, ആ സന്താനത്തിൽ നിന്നും പിശാചിനെ നീ അകറ്റണമേ എന്നുള്ള പ്രാർത്ഥന ആ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പോലും പ്രാർത്ഥിക്കുവാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലേ? മക്കൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൺകുളിർമയാകണം. അല്ലേ? ആ മക്കൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അഭിമാനമുള്ള, ഇസ്സത്തുള്ള, നമുക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസത്തിലൂടെയാണ്, രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. അല്ലേ? രക്ഷിതാക്കൾക്ക് നിരന്തരം പരാതി പറയാനേ സമയമുള്ളൂ. മക്കളെക്കുറിച്ച്, മകനെക്കുറിച്ച്, മകളെക്കുറിച്ച്
ഒരുപാട് ആവലാതികളും പരാതികളും പറയുന്ന രക്ഷിതാക്കളെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? മകൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നും മകൻ കേൾക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല എന്നിങ്ങനെ നിരന്തരമായി കൊണ്ട് മക്കളെക്കുറിച്ച് പരാതി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ടോ? ഈ പരാതി പറയുന്ന രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ടാണോ ഈ പരാതി പറയുന്നത്? ഇതേപോലെ ഒരു പരാതിയുമായി കൊണ്ട് ഉമർ അള്ളാന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു. ഉമർ അള്ളാനോട് പറഞ്ഞു, ഖലീഫ ഉമർ, എൻ്റെ മകൻ വലിയ പ്രയാസമാണ്, അവന് ഒരു എന്നെ വകവെക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല എന്നിങ്ങനെ നിരന്തരമായി കൊണ്ട് ആ മകനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ആ മകനെ വിളിപ്പിച്ചു, മകനെയും കൂട്ടി വരാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ആ സമയത്ത് മകൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മകൻ പറയുകയാണ് ഖലീഫ ഉമറിനോട്, എൻ്റെ പിതാവ് എനിക്ക് നല്ലൊരു പേരിട്ടിട്ടില്ല, എൻ്റെ പിതാവ് എന്നെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ഉമ്മയെ എനിക്ക് എൻ്റെ പിതാവ് തിരഞ്ഞെടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ നല്ല ഒരു ദീനീബോധമുള്ള, നല്ല ഒരു മതനിഷ്ഠയുള്ള ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തിട്ടില്ല. ആ മകൻ പരാതി പറയാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടാണോ നമ്മൾ ഈ പരാതി പറയുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിങ്ങനെ പറയുന്നത് മാത്രമല്ല, അവർ നമ്മെ ഫോളോ ചെയ്യാനാണ് മക്കൾ ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ എങ്ങനെയാണ് അത് അവർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. നമ്മളായിരിക്കണം നമ്മുടെ മക്കൾക്ക് മാതൃകയാകേണ്ടത്. നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, അൽ അബ്നാഉ സിർറു അബീഹി എന്ന, മക്കൾ എന്ന് വെച്ചാൽ അത് മാതാപിതാക്കളുടെ രഹസ്യമാണ് എന്ന. മക്കൾ എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ രഹസ്യമാണ് എന്ന് വെച്ചാൽ, വീട്ടിൽ എങ്ങനെയാണോ മാതാപിതാക്കൾ, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ആ ഒരു മകനിലൂടെ, അതിൻ്റെ ഒരു ആസാറുകൾ, അതിൻ്റെ ഒരു പ്രതിരൂപം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനമായിരിക്കും ആ മകനിലൂടെ മക്കളിലൂടെ നേരിച്ചു കാണുക എന്നുള്ളത്. എത്ര രക്ഷിതാക്കൾക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റും? ഒരു ഉപ്പക്ക് പറയാൻ സാധിക്കുമോ, മോളെ നീ ഉമ്മാനെ കണ്ട് പഠിക്ക്? ഒരു ഉമ്മക്ക് പറയാൻ കഴിയോ, മോനെ നീ ഉപ്പാനെ കണ്ട് പഠിക്ക്, ഉപ്പാനെ നീ മാതൃകയാക്ക്? അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര രക്ഷിതാക്കളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ മാതൃകയാകാതെ, നന്മയിൽ നമ്മൾ മാതൃകയാകാതെ നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ നമ്മൾ എത്ര ഉപദേശിക്കും കാര്യമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സൂറത്ത് സുഫ്ഫിലെ 6-ാമത്തെ വചനം, 2-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാ പറയുന്നത്? നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ മക്കൾക്ക് എല്ലാ രംഗത്തും മാതൃകയാകാൻ പറ്റുന്ന രക്ഷിതാക്കളായി തീരുക എന്നുള്ള ഏറ്റവും വലിയ, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പാരന്റിങ്ങിന് ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മൾ സുബഹിക്ക് ജമാഅത്തിന് കൃത്യമായി കൊണ്ട് പള്ളിയിൽ പങ്കെടുക്കുന്ന രക്ഷിതാവാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുന്ന ഒരു രക്ഷിതാവാണോ ഞാൻ? എങ്കിലേ എൻ്റെ മകനോട് നിസ്കാരത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ മകൻ ചോദിക്കുമല്ലോ, അപസ്കരിക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നിന്റെ കുടുംബത്തിന് നമസ്കാരം ഉപദേശിക്കണം, നമസ്കാരം കൽപ്പിക്കണം, അല്ലേ? അതോടൊപ്പം തന്നെ പ്രവാചകൻ വീണ്ടും ഉണർത്തി, മുറു ഔലാദക്കും ബിസ്സലാത്ത്, നമസ്കാരം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൽപ്പിക്കണം. വഹും അബ്നാഉ സബ്ഇ സിനീൻ, അവർക്ക് 7 വയസ്സാകുമ്പോ, വദ്രിബൂഹും അലൈഹാ, അതിന്റെ പേരിൽ അവരെ ശാസിക്കണം, ചെറിയ രീതിയിൽ അവരെ അടിക്കാം. വഹും അബ്നാഉ അശ്ർ, അവർ 10 വയസ്സായിട്ടും അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, വഫർരിഖു ബൈനഹും ഫിൽ മളാജി, കിടപ്പറയിൽ നിന്ന് 10 വയസ്സായി കഴിഞ്ഞാൽ കിടപ്പറയിൽ നിന്ന് അവരെ വേറെ മാറ്റി കിടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്, അല്ലെ? എത്ര ആളുകളുണ്ട് ഈ നിർദ്ദേശം പാലിക്കുന്നവർ, അല്ലെ? നിസ്കരിക്കാത്തതിന്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ ആ രീതിയിൽ ഒന്ന് ശകാരിച്ചിട്ടുണ്ടോ?
നിസ്കാരത്തിന്റെ ചിട്ട കൃത്യമായിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ട കാര്യം ചെറുപ്പത്തിലെ നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ആലോചിക്കണം. അപ്പോൾ നമ്മുടെ മക്കൾ എന്ന് വെച്ചാൽ അവർ ഇന്നത്തെ കാലത്ത് കൂടുതൽ ഉപദേശങ്ങൾ കേൾക്കുകയല്ല, മറിച്ച് അവർ നമ്മെ അനുകരിക്കാനാണ് കൂടുതലും ഇഷ്ടപ്പെടുക. നമ്മളെങ്ങനെയാണ്, ഉപ്പ എങ്ങനെയാണ്, ഉമ്മ എങ്ങനെയാണ്, അതായിരിക്കും ആ മക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നന്മകൾക്ക് നമ്മുടെ മക്കൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കണം ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ മക്കളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ സാഹചര്യം അല്ലേ. ഒരു ഭാഗത്ത് മതനിരാസം, അപ്രകാരം തന്നെ ലഹരി മാഫിയകൾ, അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതി, സ്വതന്ത്ര ചിന്താഗതി. നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്നങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് ഏത് കോലത്തിലായെന്ന് നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. ഒരു കോളേജിലേക്ക്, ഒരു കലാലയത്തിലേക്ക് ഒരു മകൻ പോകുമ്പോൾ, ഒരു മകൾ പോകുമ്പോൾ രക്ഷിതാവിന്റെ ചങ്കില് തീയാണ് അല്ലേ. ആ ചങ്കില് വലിയ വലിയ ബേജാറോടുകൂടി, പ്രയാസത്തോടുകൂടി, ആശങ്കയോടുകൂടിയാണ് ഇന്ന് മക്കളെ നമ്മൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്തേ കാരണം? നമ്മൾ അവർക്ക് കൃത്യമായി കൊണ്ടൊരു മതബോധം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാം. ഇല്ല, എൻ്റെ മകൻ, എൻ്റെ മകൾ എവിടേക്കും അവനെ പറഞ്ഞേക്കാം, കാരണം കൃത്യമായി കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ചിന്ത ചെറുപ്പം മുതൽ ഞാൻ അവന് നൽകിയിട്ടുണ്ട്. കൃത്യമായി കൊണ്ടുള്ള മതബോധം, ഒറ്റക്കാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം ഞാൻ അവന് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് സമാധാനിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പെട്ടെന്ന് വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും തടയാൻ നമുക്ക് കഴിയണം അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് തെറ്റിന് കൂട്ടു നിൽക്കാറുണ്ടല്ലേ. ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് ഒരുപാട് നിഷിദ്ധങ്ങളും വേണ്ടാത്തരങ്ങൾക്കും നമ്മൾ കൂട്ടു നിൽക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അങ്ങനെയല്ല. കുട്ടികളാണെങ്കിലും ശരി, അവരെ ശീലിപ്പിക്കണം അല്ലേ. സക്കാത്തിന്റെ മുതൽ നിന്ന് ഹസൻ റളിയല്ലാഹു പ്രവാചകന്റെ പേരക്കുട്ടി ഒരു കാരക്കെടുത്ത് തൊള്ളേക്കിട്ടതാ. ഒരു കാരക്ക പൊതുമുതൽ നിന്ന് തൊള്ളേക്കിട്ട് നമ്മളെന്താ വിചാരിക്കുക, ചെറിയ കുട്ടിയല്ലേ അല്ലേ. റസൂൽ അവിടെ ഓടിച്ചെന്ന് ആ കുട്ടിയെ അത് ബോധ്യപ്പെടുത്തുകയാണ്. അത് തുപ്പിച്ച് ആ കഹ് എന്ന് പറഞ്ഞ് ആ തിന്ന വായിലേക്കിട്ടുള്ള ആ ഒരു കാരക്കണ്ടല്ലോ, അത് ഹറാമിന്റെ മുതലാണ്. അതുകൊണ്ട് അത് നമുക്ക് പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഈ ജാഗ്രത കാണിക്കാറുണ്ടോ അല്ലേ? നമ്മൾ ഈ ശ്രദ്ധ നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ അവർ വലുതായാലും ഹറാമും ഹലാലും നോക്കൂല. അന്നേരം നമ്മൾ ഖേദിച്ചിട്ടെന്ത് കാര്യം? നമ്മൾ ചെറുപ്പത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തില്ല. കൊടുക്കേണ്ട സമയത്ത് അവർ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, നിഷിദ്ധങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തടയാൻ നമുക്ക് സാധിക്കണം അല്ലേ. പെൺകുട്ടികൾക്ക് മാന്യമായി കൊണ്ടുള്ള വസ്ത്രം, ചെറിയ കുട്ടിയാണെങ്കിലും ആ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആണെങ്കിലും ഒക്കെ ആ ഒരു മാന്യമായിട്ടുള്ള വസ്ത്രം ശീലിപ്പിക്കുക. ടീഷർട്ടും ജീൻസും ശീലിപ്പിച്ചാൽ വലുതായാലും അവരത് ഒഴിവാക്കൂല. കാരണം അവർ ശീലിച്ച ശീലങ്ങളാണ് അല്ലേ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊരു ചൊല്ലുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ രീതിയിൽ ആൺകുട്ടികളാണെങ്കിൽ ആ മാന്യമായി കൊണ്ടുള്ള വസ്ത്രധാരണം, വേഷവിധാനം, ഇതൊക്കെ ചെറുപ്പത്തിൽ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമായി കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കള്. റീൽസുകളുടെ ലോകത്ത് നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. കുടുംബത്തോടൊപ്പം റീൽസ് ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും റീൽസുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കളെ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. അത് ശീലിപ്പിച്ചാൽ അല്ലെങ്കിൽ അതൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ വലിയ ദോഷമായിരിക്കും നാളെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആലോചിക്കുക. അതോടൊപ്പം തന്നെ കൂട്ടുകെട്ട്, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ തോന്നിയാസങ്ങളും കൂട്ടുകെട്ടിലൂടെയാണ് കടന്നു വരുന്നത് അല്ലേ, നമ്മുടെ മക്കൾ ശീലിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വലിയൊരു നിർദ്ദേശം റജുലു അലാ ദീനി ഖലീലിഹി എന്നാണ്. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും, കൂട്ടുകാരന്റെ പാതയിലായിരിക്കും. എത്ര കൃത്യമാണത്
അല്ലെ? ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും, കൂട്ടുകാരൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് നല്ല ആളുകളുമായി കൊണ്ട് കൂട്ടുകൂടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടാണെന്ന് ഓരോ രക്ഷിതാക്കളും ഇന്നത്തെ കാലത്ത് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇസ്ലാമിക കാര്യങ്ങളുമായി കൊണ്ട് അവർക്ക് ബന്ധമുണ്ടാക്കി കൊടുക്കുക, ഖുർആനുമായി കൊണ്ട് ബന്ധമുണ്ടാക്കി കൊടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ QHLS ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അതിലേക്ക് കൊണ്ടുപോയി ചേർത്തുക. നമ്മുടെ കുട്ടികൾ ഖുർആൻ പഠിക്കട്ടെ, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഖുർആൻ പഠിക്കട്ടെ, അതോടൊപ്പം തന്നെ ഹദീസ് പഠിക്കട്ടെ. നമ്മുടെ വെളിച്ചം പഠന പദ്ധതിയിൽ അവർ അംഗമാകട്ടെ. അങ്ങനെ ഖുർആനുമായി കൊണ്ട് ദീനിയായിട്ടുള്ള കാര്യങ്ങളുമായി കൊണ്ട് നമ്മൾ അവരെ ഇടപെടിപ്പിക്കുക. മോറൽ ക്ലാസ്സുകൾ, ഇക്ര പാഠശാലകൾ നമ്മുടെ യൂണിറ്റുകളിലും മഹല്ലുകളിലൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ മക്കളെ ഒരു 5 ദിവസം 6 ദിവസം 7 ദിവസം കൊണ്ടുപോയിട്ടാക്കുക. ചെറിയ ഫീസ് 2500 ഫീസായിരിക്കും. അതൊരിക്കലും ഒരു നഷ്ടമായിരിക്കൂല. നാളെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിരുന്നു, ഞാൻ എൻ്റെ മക്കൾ കൃത്യമായി കൊണ്ട് മതബോധം കൊടുത്തിരുന്നു എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണമെന്ന് നമ്മൾ ഒരിക്കലും അത് മറന്നു പോകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ഭൗതികമായി കൊണ്ട് ഉന്നത നിലവാരത്തിലെത്തുമ്പോഴും ആ ഉന്നത നിലവാരത്തിലെത്തുമ്പോൾ അള്ളാനെ മറക്കാത്ത, റസൂലിനെ മറക്കാത്ത, ഇസ്ലാമിന്റെ ചിട്ടകളെ അതിനോട് പുറംതിരിയാത്ത മക്കളായിട്ട് മാറാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും. ഏറ്റവും വലുതാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന മറന്നു പോകാൻ പാടില്ല. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷിതാവിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥന വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങളുടെ മക്കൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ തന്നെ കൃത്യമായിട്ട് അതുപോലെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മക്കൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കൃത്യമായിക്കൊണ്ട് അവരുടെ നന്മക്ക് വേണ്ടിയിട്ട്, അവരുടെ ഭൗതികമായ അതുപോലെ തന്നെ പാരത്രികമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യപരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെക്കുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ ഏറ്റവും ഉന്നതങ്ങളായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ എത്തണമെന്നാണ്. അവർക്ക് നല്ല ജോലി ലഭിക്കണം, പഠനരംഗത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർക്കുകൾ കരസ്ഥമാക്കണം എന്നൊക്കെ നമ്മൾ ഏതൊരു രക്ഷിതാവിൻ്റെയും വലിയ ആഗ്രഹമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹത്തോടൊപ്പം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട, ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ആഗ്രഹം ആണ് നമ്മുടെ മക്കൾ അവർ എത്ര A+ കിട്ടിയാലും അല്ലെങ്കിൽ അവർ എത്ര ഉന്നതമായിട്ടുള്ള തലങ്ങളിലെത്തിയാലും നമ്മളിങ്ങനെ ആലോചിക്കേണ്ടതുണ്ട്, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, ഈ ഇഹലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞു പോകുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ മയ്യത്തിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് എൻ്റെ നിശ്ചലമായിട്ടുള്ള ശരീരം ആ പള്ളിയിലെ, ആ മഹല്ലിലെ ആ പള്ളിയിൽ കൊണ്ടുചെന്ന് വെക്കുമ്പോൾ ഞാൻ ദുനിയാവിലേറെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ മകൻ ആ മയ്യത്തിൻ്റെ മുന്നിലേക്ക് നടന്നു വന്ന് ആ മുന്നിൽ നിന്ന് നെഞ്ചുപൊട്ടി അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു മകൻ, ആ ഒരു മകനെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വീട്ടിൽ എൻ്റെ മയ്യത്ത് സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ എൻ്റെ മകള് മുന്നോട്ടേക്ക് കടന്നു വന്നുകൊണ്ട് ആ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി നെഞ്ചുപൊട്ടി അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളെ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മകനെയും മകളെയും
ജീവിതകാലത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ നേടിയെടുത്ത് നമ്മൾ എന്തിനാ ഈ ലോകത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ളത്? ഒരുപാട് സുഖ സൗകര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു. ഭൗതികമായിക്കൊണ്ട് ഏറ്റവും ഉന്നതമായിക്കൊണ്ട് ഉള്ള നിലയിൽ നമ്മൾ അവരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ പരലോകം പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. പരലോകത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുവാൻ മറന്നുപോയി. ദീൻ പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. അതിനേക്കാൾ വലിയൊരു നഷ്ടം പിന്നെന്തുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് പരലോകത്തെ കണക്ട് ചെയ്യപ്പെടുന്ന യാത്രയുണ്ടല്ലോ, ആ മരണപ്പെട്ടു പോകുന്ന യാത്രയുണ്ടല്ലോ, അങ്ങനെ മരണപ്പെട്ടാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങളൊഴികെ. അതേതാ? ഒന്നാമത് പ്രവാചകൻ പഠിപ്പിച്ചു, ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ. ജാരിയായിട്ടുള്ള സ്വതക്കുകൾ മരിച്ചാലും അതിന്റെ കൂലി അവന്റെ ഖബറിലേക്ക്, അവന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അവൻ ഉപകാരപ്പെടുത്തിയ പ്രയോജനപ്പെടുത്തിയ ഇൽമ്. ദുനിയാവിൽ ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതാരൊക്കെ ചെയ്യുന്നുണ്ടോ അവൻ മരിച്ചാലും ആ ചെയ്തതിന്റെ കൂലി, അവൻ അന്ന് പറഞ്ഞു കൊടുത്തതിന്റെ കൂലി ഇവന്റെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമതായിക്കൊണ്ട് പഠിപ്പിച്ചത് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഔവലദിൻ സ്വാലിഹിൻ യദൂലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം എന്നല്ല പറഞ്ഞത്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള സന്താനം. ആ സന്താനത്തിന്റെ പ്രാർത്ഥന നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നിന്ന് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് എല്ലാ കർമ്മങ്ങളും വിട്ടൊഴിഞ്ഞ് നമ്മൾ പോകുമ്പോ പരലോകത്തേക്ക് ഗുണം ലഭിക്കുന്ന, ഖബറിലേക്ക് ഗുണം ലഭിക്കുന്ന ആ മക്കളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, എല്ലാ മക്കളെയും പ്രാർത്ഥന കേട്ടോ. സ്വാലിഹിൻ യദൂലഹു എന്ന അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. സ്വാലിഹിൻ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള സന്താനം, അവന്റെ പ്രാർത്ഥനയാണ് ഉപകരിക്കുക. അങ്ങനെ ഒരു സ്വാലിഹായിട്ടുള്ള സന്താനത്തെ വാർത്തെടുക്കുവാൻ നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കളെ പരമാവധി അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുവാൻ, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ കൈമലർത്തേണ്ടി വരും. നമ്മുടെ മക്കൾ നമുക്ക് എതിരെ വരാനുള്ള രംഗമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ദുനിയാവിലേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാപ്പകലില്ലാതെ പണിയെടുത്ത്, അല്ലെ മഴയും വെയിലുമില്ലാതെ ചോര നീരാക്കി പണിയെടുത്ത് മക്കൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ നാളെ പരലോകത്തെത്തുമ്പോൾ മക്കൾ നമുക്കെതിര്. മക്കൾ പറയാ, രക്ഷിതാക്കൾ നോക്കിയിട്ട് മക്കൾ പറയാ, റബ്ബെ അവരെ എനിക്കൊന്ന് കാണിച്ചുകൊണ്ടാ, എന്റെ രക്ഷിതാക്കളെ എനിക്കൊന്ന് കാണിച്ചുകൊണ്ടാ, ഞാൻ അവരെ എന്റെ കാലിന്റെ അടിയിട്ട് ചവിട്ടി താഴ്ത്തട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുനിയാവിലേറെ സ്നേഹിച്ച മക്കൾ നാളെ പരലോകത്ത് നമുക്കെതിരെ പറയുന്ന രംഗമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തൊരു ദുരവസ്ഥയാണത്. അതുകൊണ്ട് നാളെ പരലോകത്ത് നമ്മുടെ മക്കൾ നമുക്കെതിരാവാതിരിക്കാൻ, നമുക്ക് അനുകൂലമാകാൻ നമ്മൾ ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്തണം കൃത്യമായി കൊണ്ട്. ഏത് ഭൗതികമായിട്ടുള്ള കലാലയങ്ങളിൽ പഠിപ്പിച്ചാലും, ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്താലും ഖുർആനും ഹദീസും അതിൻ്റെ കൂടെ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവേ, കുടുംബത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുവേ, നമ്മുടെ മക്കൾക്ക് നല്ല ഒരു ഭാവി ജീവിതം ഇഹത്തിലും പരത്തിലും ഉണ്ടാക്കി കൊടുക്കണം നാഥ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുവേ, രോഗം കൊണ്ട്, കടം കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ നാഥ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.
الراحمين والحمد لله رب العالمين.